നല്ല ബ്ലാക്ക് കളറിൽ വരട്ടി എടുത്തിട്ടുള്ള നല്ല മട്ടൺ ബോട്ടി ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ മട്ടൺ ബോട്ടി ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് മട്ടൺ ബോട്ടി ക്ലീൻ ചെയ്യുന്ന വീഡിയോ. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഈ ബോട്ടിയൊക്കെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം ക്രഷ് ചെയ്തതും, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കൂടുതലായിട്ട് ഞാൻ ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 6-7 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിന് ശേഷം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അതെല്ലാം കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ മട്ടൺ വേവിക്കുന്ന സമയത്ത് ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കാണാൻ വേവിച്ചെടുക്കാൻ. നമ്മൾ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മട്ടൺ ബോട്ടി ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ മുരിച്ചെടുത്താൽ നമ്മുടെ മട്ടൺ ബോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ തന്നെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.